എന്തുകൊണ്ട് സെയിൽസിലോ അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ ലീഡർഷിപ്പ് സർ നേരത്തെ പറഞ്ഞ ഈ നീഡ് ആൻഡ് പെയിൻ പോയിന്റ് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാം. അതായത് നമ്മള് പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കസ്റ്റമറെ നമ്മുടെ കസ്റ്റമർ ആണോ, അതാണല്ലോ പ്രോസ്പെക്ട് ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റൈറ്റ് കസ്റ്റമർ ആണോ എന്ന് മനസ്സിലാക്കുകയാണ് പ്രോസ്പെക്ട് ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട രണ്ട് സംഗതികളാണ് നീഡ് ആൻഡ് പെയിൻ പോയിന്റ്. കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ആവശ്യമുണ്ടോ, അയാളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്. പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ വ്യക്തിയും ഒരു സാധനം വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് സ്വീകരിക്കുന്നത് അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാനായി. ഉദാഹരണത്തിന് ഒരാൾ എന്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനാണ് കോഴ്സ് ചെയ്യുന്നത്, അയാൾക്കൊരു പ്രൊമോഷനാണ്, അത് അയാളുടെ നീഡാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ നീഡ് തന്നെയായിരിക്കും ഒരു പെയിൻ പോയിന്റ്. കാരണം പ്രൊമോഷൻ ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചമില്ല, അവിടെ റെസ്പെക്ട് കിട്ടുന്നില്ല, ജോലിക്ക് തന്നെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നു. അപ്പൊ ഈ നീഡ് അയാൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ടോ, അയാളുടെ പെയിൻ പോയിന്റ്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ടാണ് കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് വളരെ ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ആവശ്യക്കാരന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. പലപ്പോഴും നമ്മുടെ സെയിൽസ് പേഴ്സൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്തവർക്കാണ് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അയാൾക്ക് ഒരു പ്രോബ്ലം അങ്ങനെ പെയിൻ പോയിന്റേ ഇല്ല. അങ്ങനെയുള്ള ആൾക്ക് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിൽക്കില്ല. മറിച്ച് അതായത് ഒരു നല്ല ശമനക്കാരനാണ് സെയിൽസ് പേഴ്സൺ എന്ന് പറയും. പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. അതായത് ഞാൻ ഇന്നലെ ഒബ്സർവ് ചെയ്തൊരു കാര്യം, കേരളത്തിലെ പല ജില്ലകളും ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേകത കണ്ടു. PSC കോച്ചിങ് സെന്ററുകൾ വളരെ കൂടുതലാണ്. കൊല്ലം ജില്ലയിലാണ് ഇത് കൂടുതലാണ്. എന്നാൽ ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ്. കൊച്ചിയിലെന്ന് പറഞ്ഞാൽ ഈ PSC കോച്ചിങ് സെന്ററുകൾ വളരെ വിരളമാണ്. കാരണം എന്താ, ഇവിടെ ഈ ട്രിവാൻഡ്രം കൊല്ലം ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് ജോബിലാണ്. അപ്പൊ ഇവരുടെ നീഡ്, ഇവരുടെ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആണ്. അപ്പൊ അതുപോലെ അവർക്ക് ജോലി കിട്ടുക, അതിനുവേണ്ടി അപ്പൊ അവരുടെ ഒരു സെയിൽസ് പേഴ്സൺ ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് നീഡ് ആൻഡ് പെയിൻ പോയിന്റ്. ആവശ്യമുണ്ടോ നോക്കുക, അതിന് സക്സസ്ഫുൾ ആവും. അതായത് ഇതൊക്കെ അസസ് ചെയ്യാൻ എങ്ങനെ നമുക്ക് അയാൾക്ക് നീഡ് ഉണ്ടോ എന്നെങ്ങനെ അറിയുന്ന ഒരു ചോദ്യം വരാം. അതിന് റിസർച്ച് ആവശ്യമാണ്. കാരണം ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഈ വ്യക്തിക്ക് അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല അയാൾ മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കും അതുകൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം. കാരണം നമ്മൾ എപ്പോഴും ഒരു സൊല്യൂഷൻ ഗീവറാണ്. അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന വ്യക്തിയാണല്ലോ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ലോവർ ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഇന്ന പ്രൊമോഷൻ ലഭിക്കാം. ഈ പ്രൊമോഷൻ ലഭിച്ചാൽ അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കമ്പനികളിൽ ജോയിൻ ചെയ്യാം, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അയാൾക്ക് ഡ്രീംസ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് മനുഷ്യനെല്ലാം ആവശ്യമായ കാര്യം സ്വപ്നങ്ങളെ തേടിയാണ് ആളുകൾ നടക്കുന്നത്. ഇപ്പൊ ഞാൻ ലിജയോട് പറയുകയാണ്, ലിജയ്ക്ക് നാളെ US പോയി ഇന്നത് ചെയ്യാം എന്ന് ഞാൻ ഡ്രീം അങ്ങ് തരുമെന്ന് വെച്ചു. ലിജ അതിനെ ചേസ് ചെയ്യും. കാരണം ഈ ലോകത്ത് നമ്മളെല്ലാവരും പോകുന്നത് ഒരു സ്വപ്നത്തിന്റെ പുറയാണ്. അപ്പൊ ഈ സെയിൽസ് പേഴ്സൺ എന്ത് വേണം, സ്വപ്നങ്ങൾ കൊടുക്കാൻ കഴിയണം. അപ്പൊ അയാളുടെ നീഡ് മനസ്സിലാക്കിയെങ്കിൽ ഈ സ്വപ്നങ്ങൾ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്ത് നമ്മളിട്ടുള്ള എല്ലാ വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ആരുടെയെങ്കിലും ഒക്കെ സ്വപ്നത്തിന്റെ അന്തരഫലം. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേര് വിചാരിച്ചു അല്ലെങ്കിൽ സ്വപ്നം കണ്ടു എനിക്ക് പറക്കാൻ കഴിയും അല്ലെങ്കിൽ പറക്കണം എന്ന് സ്വപ്നം കണ്ടു. അതിന്റെ ഫലമായിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി ഉണ്ടായി. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിട്ടാണ്. അതായത് ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, നമ്മുടെ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഏവിയേഷന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ആലോചിച്ച് നോക്കിയാട്ടെ, ഒരാൾ എവിടെയോ ഒരിക്കൽ സ്വപ്നം കണ്ടു എനിക്ക് പറക്കാം, അതിനെ തുടർന്ന് അവര് വിമാനം കണ്ടെത്തുന്നു. അതുപോലെ അതില് നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ പോയിട്ടുണ്ടേ അറിയാം. ദുബായ് എയർപോർട്ടിൽ രാവിലെ നമ്മൾ 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ ഓരോ 2 മിനിറ്റിലും ഒരു ഫ്ലൈറ്റ് പറന്നു പോകുകയോ അല്ലെങ്കിൽ താന്നിറങ്ങുകയോ ചെയ്യുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ദുബായ് എയർപോർട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അവിടുത്തെ ഷോപ്സുകള്, അവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസുകള്, അതുപോലെ തന്നെ ദുബായ് എയർപോർട്ട് ലോകത്തിൽ എത്ര എയർപോർട്ടുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കി. ആ ഓരോ എയർപോർട്ടുകളിലും നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്ന് ചിന്തിച്ചു നോക്കി. അവിടെ അതുകൂടാതെ തന്നെ ഓരോ വ്യക്തികൾ, ഇപ്പൊ എത്രയോ കൊറിയർ കമ്പനികൾ അവരുടെ മെയില് പാഴ്സൽ ചെയ്യാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ടാവാം, എത്ര പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ടാവാം, എത്ര ഈ കവിതാക്കൾ
അവരുടെ പാർട്ട്നേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടാവാം, എത്ര പേര് അവരുടെ ലൈഫ് പാർട്ണർ വിട്ടുപോകുന്നതിനെ കുറിച്ച് ദുഃഖിക്കുന്നുണ്ടാവാം. എല്ലാം ഈ ഏവിയേഷൻ ത്രൂ ആണ്. അപ്പം നമ്മുടെയൊക്കെ ചിന്തകൾക്കൊക്കെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി വളർന്നു. ഇതിന്റെ തുടക്കം എവിടുന്നാണ്? ഒറ്റ ചിന്തയിൽ. അപ്പം ആ ഒരു സ്വപ്നത്തിൽ നിന്ന്. അപ്പം സെയിൽസ് പേഴ്സൺ സ്വപ്നങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അവരുടെ നീഡിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അവരുടെ നീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്വപ്നങ്ങൾ കൊടുക്കാം, അതിനനുസരിച്ച് അവരുടെ പെയിന് ഉള്ള സൊല്യൂഷൻ കൊടുക്കാം. അത് നമ്മളെ സെയിൽസിലേക്ക് സക്സസ് ആക്കും, അത് നമ്മളെ അവിടെ നയിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, മനുഷ്യന് സ്വപ്നങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ മാത്രമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ അതായത് ലീഡേഴ്സ് യഥാർത്ഥം ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദിജി സ്റ്റേജിൽ കയറി നിന്നിട്ട് മേരാ ഭായിയോ ബഹനോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നാളെ വരാനിരിക്കുന്ന സ്വപ്നത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് എന്താ? നാളെ ഒരു നല്ല കാലം ഉണ്ടാവും, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, അതായത് സ്വപ്നങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ മതങ്ങൾ ചെയ്യുന്നത് തന്നെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്നൊരു സ്വപ്നം കൊടുക്കുന്നത്. അപ്പം സെയിൽസ് പേഴ്സൺ അതുപോലെ സ്വപ്നങ്ങൾ കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെയാണ് നീഡ് ആൻഡ് പെയിൻ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.